ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വെള്ളിയില താളിയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്താ പറയുക, നല്ല ചൂടായിരിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈർപ്പമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പോലെ ഇത് മുടിയിലെ അഴുക്കുകളൊക്കെ പോകാൻ വേണ്ടി, താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല രീതിക്ക് ഫലം കിട്ടിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്തത്, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം ഇത് തലയിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ താളിയാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. എനിക്ക് ഇതേവരെ യൂസ് ചെയ്തതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള 3 താളികളുണ്ട്. അത് ഒരെണ്ണം നമ്മുടെ ഈ വെള്ളിയില താളിയാണ്, പിന്നെ കുരുന്നിൻ്റെ താളി ഉണ്ടല്ലോ അതാണ്, പിന്നെ നമ്മുടെ മുരിങ്ങയില താളിയാണ് കേട്ടോ. പിന്നെ നമ്മളെ ചെമ്പരത്തി അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് നമ്മൾ ആഴ്ചയിൽ 3 തവണയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ നല്ല മാറ്റമാണ് കേട്ടോ അപ്പം തന്നെ യൂസ് ചെയ്യുമ്പോഴേക്കും. പിന്നെ നമ്മളിത് കോൾഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവരുണ്ടാവുമല്ലോ, പെട്ടെന്ന് നീരിറക്കം വരുന്നവർ, അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ഇടുന്നതായിരിക്കും. ആവശ്യക്കാർക്ക് വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളവും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് അതെല്ലാം കൂടെ കഴുകിയെടുത്തിന്. ഇതിപ്പോൾ ഒരു 10-12 ഇല മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടാവും. നമുക്ക് അത്രയും വേണ്ടു, അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാനത് മുറിച്ചിടുവന്ന് ഇത് ഓരോന്നോരോന്നായിട്ട് മുറിച്ച് ഇടുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ വെള്ളിലയുടെ ആ വെളുത്ത ഇല നമ്മൾ എടുക്കുന്നില്ല, ഈ പച്ച ഇല മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അത് അമ്മ എടുക്കുന്നത് ഞാൻ കാണയില്ല, അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഈ പച്ചയില വെച്ചിട്ടാണ് അമ്മ അധികം ചെയ്യുന്നത് കാണാറുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് അതങ്ങ് മുറിച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതല്ലാതെ ഇത് നമുക്ക് തിരുമ്മിയിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്താലും മതി. ഞാനിതിപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിത് തേക്കുന്ന സമയത്ത് എനിക്ക് നല്ല എഫക്റ്റീവായിരുന്നു. ആ ഒരു സമയത്തൊക്കെ നല്ല ഗ്രോത്ത് ആയിരുന്നു കേട്ടോ ഹെയറിന്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും മാറ്റം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ മടി കാരണം ഇതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. വെള്ളിയില ഇപ്പം എൻ്റെ വീട്ടിൽ, ഇതായത് കാനൂരിലെ വീട്ടിൽ വന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം തോന്നിയതാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇലയുടെ ഉള്ളതുകൊണ്ട് ഞാനിതിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് വാട്ടർ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സി അതിൽ അടിച്ചെടുത്തിട്ടുള്ളത് ഇത്. അതുകൊണ്ടാണ് ഇത്രയും വാട്ടർ ഇതിലേക്ക് വന്നത് ആ ഒരു. അപ്പോൾ ഞാനത് നല്ലപോലെ അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പച്ച കളറിലായിട്ടിരിക്കുന്ന ജ്യൂസ് നമ്മളിതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നല്ലപോലെ അതിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ല, നല്ല ജ്യൂസ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് വലിയ കൊഴുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഇത് നമ്മളെ തലയിലേക്ക് തേക്കുമ്പോൾ തന്നെ ആ ഒരു ഇത് നമുക്കറിയാം, നല്ല തണുപ്പാണ് കേട്ടോ. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ്, നല്ല തണുപ്പ് തന്നെയാണ് നമുക്ക് ചെമ്പരത്തി താളി ആയാലും, അതുപോലെ മുരിങ്ങയില താളി ആയാലും, അതുപോലെ തന്നെ നമ്മുടെ കുരുന്നിൻ്റെ താളി ആയാലും നമുക്ക് ഇതേ എഫക്റ്റ് തന്നെ തരും കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള 4 സാധനങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, വലിയ കോമ്പ് വെച്ച് ഒന്ന് മുടി ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഒന്ന് വാർന്നെടുക്കുന്നുണ്ട്. ആ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വാർന്നെടുത്തതിന് ശേഷമാണ് ഏത് താളിയായാലും ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അധികം ഇത് നോക്കാറുള്ളത് നമ്മുടെ ഡോക്ടർ ദിവ്യ നായരുടെ ചാനലാണ്. അവർ നല്ല നല്ല ടിപ്സ് ഇതുപോലെ ഇടാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന പോലെ ഓരോന്ന് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് ഇത് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകിക്കളയാം. അതിന് മുന്നേ നമ്മൾ ചെയ്യുന്നത് അതൊന്ന് തലയിൽ സെറ്റ് ആവട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് കഞ്ഞിവെള്ളമാണ്, നല്ല പോലെ കട്ടയായിട്ടുണ്ട് ഈ കഞ്ഞിവെള്ളം. അപ്പോൾ അത് നമ്മൾ നേർപ്പിച്ചെടുക്കുക. കഞ്ഞിവെള്ളം കട്ടിയുള്ളത് നമ്മൾ അങ്ങനെ തലയിൽ തേക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ എനിക്ക് ഡോക്ടർ ദിവ്യ നായരുടെ ആ ഒരു വീഡിയോയിലൂടെ കിട്ടിയ ടിപ്സാണ് കേട്ടോ. എടുക്കാൻ നോക്കുവാണ്. നമ്മൾ എത്രയാണ് കഞ്ഞിവെള്ളം അതിൻ്റെ നേരെ ഡബിളായിട്ട് തന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് മുടിയിൽ തേച്ചെടുത്ത ബാലൻസ് വന്ന ആ ഒരു നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുടിയിലേക്ക് തേച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി പോകുന്നത്.
10 മിനിറ്റ് നമ്മൾ ആ ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്താ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് ഈ വെള്ളം എന്താ ഇതുപോലെ പതിയെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആ സമയത്തൊക്കെ നമ്മളിങ്ങനെയാണ് അമ്മ തലയിൽ വെള്ളം ഒഴിച്ച് തരാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ചെയ്യുന്നതാണ്. വളരെ എഫക്റ്റീവാണ് കേട്ടോ. ഇതുപോലെ പതിയെ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ തലയിൽ ഇതിങ്ങനെ ആ വെള്ളം തീരുന്നവരെ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വളരെ എന്താ പറയുക ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. വളരെ എഫക്റ്റീവാണത് നമ്മളെ മുടിക്ക്. അതിന് ശേഷം നമ്മൾ നല്ല നോർമൽ വാട്ടർ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് കഴുകിയെടുക്കും. എന്നാൽ മാത്രമേ നമ്മുടെ മുടിയിലെ അഴുക്കുകളൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക. അപ്പോൾ ഈ ഒരു താളി വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു താളി നിങ്ങൾ തീർച്ചയായും വെള്ളിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ട് പറയുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. താരൻ്റെയൊക്കെ പ്രശ്നം ഫേസ് ചെയ്യുന്നവർ ഇത് തീർച്ചയായും യൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മെയിനായിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ചതിന് ശേഷമാണ് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.